തെന്നി കിടക്കുന്നുണ്ട് അവിടെ, എല്ലാം സൂക്ഷിച്ച് നടക്കണേ. ഫോണൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ എടുത്തേക്കണം. എന്നാ മഴയും കാറ്റും ഒക്കെയാ. കേട്ടല്ലോ കേട്ടു. പോകട്ടോ? ആ പോടുത്ത്. ഇപ്പോൾ മഴ ദിവസമാണ്, എങ്ങനാവൂ എന്തോ. ഇപ്പം മഴ തോർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വെള്ളം താഴാനുള്ള സമയം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. വെള്ളം താഴാതെ നിൽക്കുമ്പോൾ മഴ പെയ്താലാണ് പ്രശ്നം. ഓടിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി, മൊത്തം ചെളിയ ആവശ്യം ഉണ്ടോ. നല്ലപോലെ താങ്ങും. ഹലോ, വണ്ടി നോക്കട്ടെ. അതിലെ സ്കൂട്ടറൊക്കെ വിടുന്നുണ്ട്. ആരാണോ? എന്നാൽ നേരെ പോകേണ്ടി വരും. ആ ആ ആ ആ റിയാസിനെയൊക്കെ ആയിട്ട് നടക്കണം. റിയാസ് അവിടെ നിൽക്കുമായിരുന്നു. പ്രളയം രാവിലെ ഇറങ്ങുമല്ലോ. വൈകിട്ടില്ലായിരുന്നു, രാവിലെ ഇറങ്ങിയായിരുന്നു. ആ കയറി പോയാ ഇല്ലായിരുന്നോ? ഉണ്ട്, പോവാ. എല്ലാം എടുത്തിട്ട് വേണം പോവാൻ. ആ ഇല്ലല്ലോ. ഇതിൻ്റെ മറ്റേ അങ്ങോട്ട് വണ്ടി കയറുന്നില്ല കേട്ടോ. ഇടുക്കി ജില്ലയിലൊക്കെ വണ്ടി വിടും. ആ മണ്ണ് ഇപ്പോൾ
തന്നെ കോഴിത്തോടുകൊണ്ട് ഇങ്ങോട്ട് വിട്ടേക്കാം. അങ്ങോട്ട് ഇറക്കുന്നില്ല, അത് വഴി ഞാൻ ഇറങ്ങിപ്പോ അങ്ങോട്ടൊന്നും ഇറക്കുന്നില്ല. കൈവരി മൊത്തം പോയി. ഒട്ടുമില്ല. ആ ഓ കൈ ചോദിച്ചേ. നിലവിലെ അവസ്ഥയിൽ മഴയൊക്കെ കുറഞ്ഞ് ഒന്ന് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇന്നിവിടെയാണ് പണി. മഴ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടേ. രാവിലെ ഒന്ന് വെച്ച് തോർച്ചയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം പാലത്തേലും എല്ലാം വെള്ളം കയറി. ഇവിടെ ഫുള്ള് എൻ്റെ മേ ഇങ്ങോട്ടുള്ള ബസ്സുകളും ഒക്കെ. ചേച്ചാച്ചൻ ഇന്ന് വരാൻ വേണ്ടി ഇരുന്നാ. അങ്ങോട്ട് എന്തായാലും ഇന്ന് നടക്കൂല. കാരണം ചേച്ചാന് പാലാ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ബസ്സില്ല. അമ്മ ഇരാറ്റുപേട്ടയിലാണ്, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ. അവിടെ നിന്നും ഇല്ല. അവിടെ പൂഞ്ഞാറ് ഭാഗത്തെങ്ങാണ്ടൊക്കെ ഉരുള് പൊട്ടിയതുകൊണ്ട് അവിടുന്ന് ഇരാറ്റുപേട്ടയിലുള്ള ബസ്സും ഇല്ല. അപ്പോൾ രണ്ടുപേരും ഇന്ന് വരവ് ചിലപ്പോഴേ കാണുള്ളൂ. വെള്ളമൊക്കെ ഇറങ്ങിയാൽ ബസ് വിട്ടെങ്കിലേ വരുള്ളൂ. അതോ മൊത്തത്തിലെല്ലായിടത്തും വെള്ളമാണ്. അയ്യോ, കൊല്ലരുത് എൻ്റെ പൊന്നെ. എന്തിൻ്റെ ആവശ്യം? അത് മതിയായി ഇറങ്ങിയാൽ പോരായിരുന്നു. ചുമ്മാ സിംബു രാവിലെ ഫുഡൊക്കെ കഴിച്ച് കയറിയതിനകത്തോട്ട്. കറണ്ട് ഇപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പം വന്നും പോയി നിൽക്കുകയാണ് കറണ്ട്. പിന്നെന്തായിരുന്നു, 2 പിള്ളേരുണ്ട്. അവർക്ക് ചപ്പാത്തിയും സാമ്പാറുമാണ് ഇന്ന് രാവിലെ. അതാകുമ്പോൾ ചോറിനും സാമ്പാറും ആയിക്കോളും, എളുപ്പ വഴി അല്ലേ. പിന്നെ ഇവിടെ വന്ന് ഈ മഴയത്തിരിക്കാനായിട്ട് മടിയാണ് അടുക്കളയിൽ. മഴ ചാറുന്നുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്കുള്ളതാണെന്ന് തോന്നുന്നു. ആ ലൈറ്റ് അറിയട്ടെ, ഓഫ് ചെയ്തേ. ശാംഭവി ലൈറ്റ് ഓഫ് ചെയ്തേ. അപ്പൊ രേമയുടെ ഹെൽപ്പിന്റെ രേമയുടെ ഹെൽപ്പിന്റെ നീ എന്തിനാ പേടിക്കുന്ന? എന്തിനാ? എന്റെ ചെരുപ്പ് ഞാൻ എടുത്തിട്ടോളാം. ദൈവമേ, അയ്യോ എൻ്റെ ഫോണാണോ നീ സംസാരിക്കുന്നത്? അല്ലല്ല, എൻ്റെ ഫോൺ എന്തെങ്കിലും ഉണ്ട്. എന്താന്ന് പറ എൻ്റെ ഒരു കാര്യം. ഗ്രാമസഭയ്ക്ക് പോവുകയാണ്. ഈ മഴയത്ത് കൊണ്ടുവന്ന് ഗ്രാമസഭയും കൊണ്ട് വെച്ചാൽ എന്താ ചെയ്യുക? ഗ്രാമസഭ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. മഴ ഇപ്പോഴല്ലേ വന്നേ. മഴ നേരത്തെ വരുമെന്ന് പോയേക്കാം. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. എന്താ കൊടുക്കാനുള്ള കൂടെ ഒരു കൂടിനകത്തിട്ടുണ്ട് പോയേക്കല്ലേ. ശാംഭവി, ഇതെന്താണ്? മീര എനിക്ക് കിസ് ചെയ്തിരുന്നോ? കിസ് മീരമോള് ഇട്ടമേ ഓഫ് ചെയ്തിട്ട് പോയേക്കാം. എല്ലാത്ത പിടിക്കും. നാരായണി, കൊച്ചിന് ചോറ് കൊടുത്തണേ. അതൊക്കെ മതി ഇവിടം വരെ പോകാനായിട്ട്. ഇത്രയൊക്കെ വെള്ളപ്പ് മതി. കണ്ടോ, ഇറങ്ങിയപ്പോൾ മഴ. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്, നനഞ്ഞ് കുളിച്ച് പോകാനായിട്ട്.
ഞാനോ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ അവിടെ ചെന്നിട്ട് വേണം. എന്തോ പറഞ്ഞ എന്തോ ഇതുണ്ടോ എന്തോ പൊന്നെ ഇന്നും ഇത് വെള്ളം ഇതൊക്കെ എങ്ങനെ ഉദ്ദേശിച്ചു ഇവിടെ നടക്കുന്നേ. ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം. ഞാൻ നമ്മുടെ പണിക്ക് വന്നിട്ടൊരു കുടുംബാന്റെ കൂടെ ഞാൻ ചുമ്മാ ഒന്ന് പോയേ. ഒത്തിരി പേര് അവിടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ കടത്തി ഭയങ്കര ചള്ളയാണല്ലോ. എനിക്ക് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുവാണല്ലോ ഫസ്റ്റ്. കിടക്കുന്നുണ്ടല്ലേ? ആ ഇത് കണ്ടില്ലേ ആളിക്ക് ഇത് ആ വണ്ടി കൂടെ വരുക. ഞാൻ കോട്ടയത്ത് വരാൻ ഇതുണ്ടോ ഇതിന് പോയി ഇവരുടെ ഇതിവിടെ ആയിരിക്കും. ആ അപ്പുറത്ത് ദിവസമാണ് ഇവിടെ പെയിന്റ് മേടിച്ച് എങ്ങനെ ഇവിടെ അല്ലേ മഴക്കാലമായി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ആര് ഗ്രാമസഭയ്ക്കില്ല പോവുകയാണോ? ആരാ? അല്ല അല്ല മരിച്ചത് എവിടെയുള്ള? ഓഹോ ഹോ ഹോ ആണോ? പ്രായമുള്ളതാണോ? അല്ലേ? ആ കിടക്കുവാണേ. വട്ടത്തില് ഇങ്ങനെ കിടക്ക് വെട്ടം എന്നെ കാണിച്ചേ. അപ്പൊ അത് സത്യമാണെന്നാ കാണിച്ചേ. ഞാൻ ചിന്തിച്ചത് അവന്റെ എല്ലാ അക്രമത്തിനും മഹേശ്വരി കൂട്ടായിരുന്നു. അവസാനം പിരിഞ്ഞു. പക്ഷെ എന്റെ കെട്ടിയതിന്റെ ഒരക്രമത്തിന് അയാൾ വെളിയിൽ അങ്ങനെ അതൊന്നും അകർന്നൊന്നുമില്ല. വാക്കുകൊണ്ട് ഈ കുറയേ ഉള്ളൂ. അതിന് ഞാൻ എതിർക്കുവേ. ആരെയും കുറ്റം പറഞ്ഞാൽ ഞാൻ എനിക്ക് കേൾക്കണ്ട. കാഞ്ഞിരപ്പള്ളി ഒരാളുടെ കുറ്റം ഇതിന് പോകുന്നതാണോന്ന് ചോദിച്ചാൽ വീട് നോക്കില്ല. അങ്ങനെ വെളിയിൽ അങ്ങനെ ഒരു പ്രശ്നമോ ഒന്നുമില്ല. ഓ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ മൊത്തം നനയുമോ പോലെ ലൈറ്റ് എടുത്ത് അതിനെല്ലാം കൂട്ടി നിൽക്കുമ്പോഴും അത് അനുഭവിച്ചുള്ളൂ. നമ്മൾ കണ്ണുകൊണ്ട് അല്ലേ? അതെ ഉണ്ടോ? ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ആ വെച്ചിട്ട് പോയി. ഇല്ല മറ്റേ ഫോമല്ല. ഇതല്ല അല്ല വീട്ടിൽ കൊടുത്താണ്. ഇത് വേണ്ടത് ഇതല്ല മറ്റേതിന്റെ വേറെ ഫോം ഏതാ? വേറൊരകത്ത് ഒരു ഫോമുണ്ട് നോക്കിയേ. അല്ല നമ്പർ മറ്റേ ഫോമല്ലേ? ഇതല്ലല്ലോ, വേറൊരു ഫോമുണ്ട്. ഇത് ചുമ്മാ നമുക്ക് ഇതെവിടെയുണ്ട്? ഇതെല്ലാം കുടുംബശ്രീ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളതിനകത്ത് രണ്ടും ഉണ്ടല്ലേ?
എങ്ങോട്ട് പോവാൻ? ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ചേച്ചി. അതിലെല്ലാം അറിയോ? റേഷൻ കാർഡ് നമ്പറൊക്കെ അറിയാമോ? ആ എല്ലാം വേണം ഇതിനകത്ത്. റേഷൻ കാർഡ് എൻ്റെ ഉണ്ട്. ആ എന്നാ പിന്നെ അത് കുഴപ്പമില്ല. അല്ല വീട്ടിൽ പോയി പൂരിപ്പിച്ചാൽ മതിയെന്ന്. പൂരിപ്പിക്കാം. ആ നേരത്തെ വീട് കൂടെ വന്നായിരുന്നല്ലോ. വീട്ടിൽ പോയി പൂരിപ്പിച്ചാൽ പോരെ. നാളത്തെ ആ എവിടെ ലയിപ്പിച്ചത് പറഞ്ഞാൽ മതി. നിങ്ങൾ അല്ലാത്തപ്പോൾ വിളിക്കും. ഞങ്ങൾ വരിക്കാനും കഴിഞ്ഞു വന്നേ. നല്ല നിങ്ങൾ വിളിച്ചാണ്. അതെ ഇരുട്ടൂടെ അവർക്ക് ഇരിക്കുന്നില്ല. നേരെ ഇല്ല ഇവിടെ കയറി ഇരിക്കാം. ആ കയറി ഇരിക്കാം. നല്ല തന്നെ ഇടയില്ല. ദൈവം ഇതന്നെ ഇടയില്ലേ? അത് ഞാൻ നോക്കാം. വളരെ വലിയ പ്രതികൂല കാലാവസ്ഥയെ നേരിട്ടാണ് ഇവിടെ ഗ്രാമസഭായോഗം നടന്നത്. പല ജനപ്രതിനിധികളും ഇന്ന് വെളുപ്പിനെ മുതൽ വീട്ടിൽ ഇറങ്ങാതെ രാവിലെ മുതൽ ഇറങ്ങി ഉച്ചയ്ക്ക് ചോർന്നുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഒത്തിരിയേറെ പേരുടെ വീടുകൾ നശിച്ചിട്ടുണ്ട്. പൂജാത നിയമപ്രവർത്തനങ്ങൾ വീടുകൾ നശിച്ചു. അതിലുപരിയായി 1-2 പേര് മരിച്ചു. ഇപ്പോൾ എൻ്റെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് അപകടം പറ്റി. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഞാനൊക്കെ എനിക്ക് ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട പലകത്തറ അടക്കം 3 രൂപ നടക്കുന്ന ഒത്തിരിയേറെ വീടുകളുടെ സൈഡൊക്കെ ഇടിഞ്ഞു പോയി. ചെറിയ പാലങ്ങളുടെ സൈഡൊക്കെ ഇടിഞ്ഞ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കാലാവസ്ഥയും നമുക്ക് ഗ്രാമസഭാ യോഗം കൂടാതെ പോകാറില്ല. നമ്മുടെ ഈ ഗ്രാമസഭാ യോഗത്തിന് ശേഷം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നമ്മുടെ ഒത്തിരിയേറെ പേര് ഇപ്പം ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ ക്യാമ്പ് ഉണ്ടോ ഏതൊക്കെയാലും നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള ഗ്രാമസഭയാണ്. നാരായണയുടെ സ്കൂള്, പണ്ടത്തെ സ്കൂള്, നേരത്തെ സ്കൂള്. മൊത്തം വെള്ളമാണ് കേട്ടോ. പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിയതാ മഴ. ഇങ്ങോട്ട് വന്നപ്പം ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തെന്നുവാ. വണ്ടി വരുന്നതാണ് പാട്. എന്താ പൊന്നോ, ഇതാണ് ഇവിടുത്തെ കളികളിപ്പോൾ. നോക്കിക്കേ. ആ ടൗൺ ബേക്കറിയിൽ വെള്ളം കയറി. എന്നാ നാരായണി? ആ എന്നാ? ഇതാ ഞാനിവിടെ ഗ്രാമസഭ കഴിഞ്ഞ് ഞാനിവിടെ താഴെയാ. എന്നാ? ആ അതെ വരുവാ, ഞാൻ അങ്ങോട്ട് വരുവാ. ഞാനേ വെള്ളം കണ്ടോണ്ട് അങ്ങ് നിന്നാ. ഞാൻ വരുവാ, വിളിക്കാം. ശരി. ഒന്നാ മഴയാണ്. സമയമില്ല എൻ്റെ കൂടെ.
സമയമല്ല. എനിക്ക് എൻ്റെ പൊന്നെ വെള്ളം വരുന്നുണ്ടാവും. ഇതൊക്കെ ഉരുളപൊട്ടിയിട്ടുണ്ട്. ദൈവമേ കയറുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ പാലത്തിലൊക്കെ വെള്ളം കയറിയൊക്കെ വരുന്നു. രാവിലെ എങ്ങാണ്ട് ഇറങ്ങിയത്. അപ്പം ഇവിടെ എങ്ങാനും നിന്നെ ഇടിഞ്ഞെങ്ങാനും പോയാൽ തീർന്നു. ആ പാലത്തിലെല്ലാം വെള്ളമായിരുന്നു. വെള്ളവും വേസ്റ്റും. ഡമ്മോ എന്നാ വേസ്റ്റായിരുന്നു. ചേട്ടാ വീഡിയോ എടുത്തേക്കണ്ട, അത് കണ്ടതാ, ഞാൻ നേരിട്ട് കണ്ടില്ല. നല്ല മഴ. എനിക്ക് ഇതാണ് അവസ്ഥ. ഇപ്പം ഞങ്ങൾ ഗ്രാമസഭ കൂടിയ സ്കൂളിൽ ഇപ്പം ക്യാമ്പ് നടക്കുവാ ഇനി. ഇപ്പം എല്ലാവരും അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് പാർപ്പിക്കുക. ഇതെല്ലാം വെള്ളം വരുന്നു കേട്ടോ. ഈ ചേച്ചിയുടെ വീടിൻ്റെ ഇതെല്ലാം ഒഴുകിപ്പോയി കണ്ടോ, വെള്ളമൊക്കെ കയറി. എന്താ പൊന്നെ, കഴിഞ്ഞ പ്രളയം ഓർക്കുന്നു കേട്ടോ. ഉരുളപൊട്ടലൊക്കെ ഓർക്കുന്നു ഇപ്പോൾ. അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇറങ്ങിയ വെറുതെ. എന്നാൽ എനിക്ക് വെള്ളം കാണുന്നത് ഭയങ്കര പേടിയാണ്. വേറെ ഒന്നിനും പേടി ഇത്രയില്ല. എനിക്ക് വെള്ളത്തെയാണ് ഭയങ്കര പേടി. പിന്നെ മഴ കണ്ടോ. ഇതെന്നാ മഴ ഇങ്ങനെ കിടക്കുന്നേ. എന്തായാലും വീണോ? ഇവിടെ ദേവി, എന്നാ സംഭവം? ആ എൻ്റെ പൊന്നോ, കയറാൻ പറ്റുമല്ലോ. വീട്ടിനകത്ത് മൊത്തം വെള്ളം. അതിനകത്ത് അമ്മേ, ഇതെല്ലാം വെള്ളം. ഇതല്ലേ കുറേ കൊടുക്കട്ടെ. ഇതെല്ലാം വെള്ളം അകത്ത്. ഒന്നും സംഭവിച്ചോ? വെള്ളം വേണമായിരിക്കും ഇവിടുന്ന്. എൻ്റെ പൊന്നേ, പാല് പാല് വെച്ച് പാല്. ഇത് കണ്ട വെള്ളം. അപ്പം നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ? അപ്പം ഫുഡ് കഴിച്ചില്ലേ? കൊച്ചിനൊന്നും കൊടുത്തില്ലേ? കൊള്ളാം. ഉച്ചയോ? ഉച്ചയോ? മണി 4 മണിയാ കണ്ടായി. അപ്പോൾ ഉച്ച ആയതേ ഉള്ളൂ. ഇത് പൊന്നെ, ഇത് കണ്ടോ
എങ്ങനെ കയറും? എൻ്റെ അമ്മേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ 2 സ്റ്റിച്ചേ ഉള്ളൂ. ഇപ്പൊ നല്ല വേദന അവർക്ക് നല്ല വേദന. അയ്യോടാ, ഞാൻ ഗ്രാമസഭയ്ക്കാ പോയത്. ഒന്നും തന്നില്ല അവര്. തരാൻ വേണ്ടി എഴുതി കൊടുത്തതാ. അവിടെ കിടന്നേ. ചുമ്മാ ഈ മഴ പിടിച്ചിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ചെയ്യാനാ മതി. ഇത്രയും നേരം നല്ല മഴയാണ്. ഇച്ചിരി ഇപ്പോൾ തോർന്നു, എന്നാലും മഴയുണ്ട്. ഇത് കുറയുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ലത്തിമ്പള്ളിയുടെ ബാക്ക് സൈഡാ? ആ, മറ്റേ പള്ളിയല്ലേ? അതിൻ്റെ പുറകെ ഇങ്ങനെ കാണത്തില്ലായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ ഇതാ ലത്തിമ്പള്ളിയുടെ ബാങ്ക്. കൈവരി ഒക്കെ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് ചാടിക്കാൻ പോവുക. വൃത്തിയായി പാലം. ആ, അതിനാ വരാം. വെള്ളം കണ്ടോ? പുറത്തൊന്നും പറയാൻ പറ്റിയല്ലോ, ഇവിടം വരെ വെള്ളമാണ്.
ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ലൈറ്റ് അങ്ങ് മാറ്റി ഇച്ചിരി വെട്ടം കൂടിയതിട്ട്. ഇവിടെ ആരും ഇല്ലേ, മഴയും തണുപ്പോയതുകൊണ്ട് ആരും കാണത്തില്ല. ചേച്ചാച്ചൻ വരേണ്ട ദിവസമായിരുന്നു, ഇന്നിപ്പം വരത്തില്ല. വണ്ടിയില്ലേ, പാലായിലൊക്കെ ഇപ്പോഴും വെള്ളം കയറി നിൽക്കുക.